ആൻഡ് ജോൺ. താങ്ക് യു. ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അത് ഞങ്ങൾ ഒരുപാട് ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. ഇതൊരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങൾ 1 വർഷത്തിലേറെ ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഞങ്ങളൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വിദേശ യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ ആ തീരുമാനം എടുത്തത്, കല്യാണം കഴിക്കാമെന്ന്. കല്യാണം കഴിച്ചു. എന്താ പറയാ, എന്തായിരുന്നു ആ ഒരു ജോണിനും ധന്യയിലും ധന്യക്ക് ജോണിലും അട്രാക്റ്റഡ് ആവാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്? നീ പറഞ്ഞു. ശരിക്കും ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ, ഞാൻ ആക്ടിങ് എല്ലാം ചെയ്യുന്നുണ്ട്, അതുപോലെ ഇച്ചായനും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ഞങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളൊരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ അതിനുശേഷം നമുക്ക് വീണ്ടും ഷോസ് ഒക്കെ ഒന്ന് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ വീണ്ടും ഫോണിലൊക്കെ സംസാരിക്കാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് US ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പം നമ്മൾ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നമുക്കൊരാളെ ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ എന്നുവെച്ചാൽ ഡാൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. അത് ആത്മാർത്ഥമായിട്ടൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ. ഇപ്പൊ അതിന്റെ ആ ഷോയുടെ കൊറിയോഗ്രാഫർ ആയിരുന്നു വിച്ചായൻ. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്യാരക്ടർ കുറച്ചുകൂടെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. തമ്മിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതൊക്കെയാണ് ഒരു റീസൺ. ഇങ്ങോട്ടും രണ്ടുപേരുടെയും കുടുംബത്തിന് അനുയോജ്യരായ രണ്ടുപേരാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നി. അപ്പൊ നിങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് US ആണല്ലേ? ന്യൂയോർക്ക് സിറ്റി. ഓ, അത് ശരി. എന്തായാലും അങ്ങനെ ഒരു സിറ്റിയിൽ നിന്ന് തുടങ്ങിയ പ്രണയം ഇന്ത്യയിൽ ഇവിടെ എന്താണ് ഒരു തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നപ്പോ സംഭവിച്ചു. ശരിക്കും ഞങ്ങൾക്കൊരു സിനിമാ കഥ പോലെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. വളരെ ഷോർട്ട് പീരീഡില് നമ്മൾ ഒത്തിരി ഡിസിഷൻസ് എടുത്തു. പെട്ടെന്ന് സഡൻ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, പെട്ടെന്ന് നമ്മൾ ഒന്നിച്ച് പ്രോഗ്രാംസ് ചെയ്യണു. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ മീഡിയയിൽ കാണുന്ന പലരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒത്തിരി അറ്റാച്ച്ഡ് ആവത്തില്ല. പക്ഷെ ഒരു നല്ല ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സമയത്ത് അത് തോന്നി എന്നുള്ളതാണ്. അത് ചിലപ്പോ പറഞ്ഞു വെച്ച പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാലോ, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞാൻ തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് അല്ലേ? എപ്പോഴും ഒരു ആൺകുട്ടി പ്രപ്പോസ് ചെയ്യുമ്പോഴാണ് അതിന് എന്താ പറയാ, അറ്റ്ലീസ്റ്റ് നമ്മളൊരു കൾച്ചറിൽ പറയും ആൺകുട്ടി പ്രപ്പോസ് ചെയ്യണം, അതാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞ ഈ പ്രപ്പോസ് ചെയ്യണവരെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണെന്നൊന്നും അതുവരെ വിചാരിച്ചിട്ടില്ല. അപ്പൊ എപ്പോ ഇച്ചായൻ അങ്ങനെ തോന്നിയെന്നോ അല്ലെങ്കിൽ എപ്പോ എനിക്കത് യെസ് എന്നാക്കാൻ തോന്നിയെന്നോ എനിക്കറിയത്തില്ല. വിളി എപ്പോഴാണ് തുടങ്ങിയത്? മാരേജ് ആണ്, ആഫ്റ്റർ മാരേജ് ആണ് ഇച്ചായൻ തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഘോഷമാണ് ഈസ്റ്റർ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ? അടിച്ചു പൊളിക്കാനാണോ അല്ലെ കുടുംബത്തിന്റെ കൂടെയാണോ? എവിടെ വെച്ചാണ് ആഘോഷം? ധന്യയുടെ വീട്ടിലാണ്. ശരിക്കും ഞങ്ങക്ക് ചടങ്ങുണ്ട്. ആദ്യത്തെ ഈസ്റ്റർ എന്റെ ഫാമിലി കൂടെ അവിടെ പോയി ആഘോഷിക്കണമെന്നൊക്കെയുണ്ട്. ചില അങ്ങനത്തെ ചടങ്ങുകളുണ്ട്. നമുക്കൊന്നും ശരിക്കും പറഞ്ഞ സമയം ഇല്ലായ്മ കൊണ്ട് പലതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഈസ്റ്ററിന് നമ്മൾ എന്തായാലും അവിടെ പോയി ആഘോഷിക്കണം. ഇവിടെയും ഹാഫ് അവിടെയും ഹാഫ്. അതായത് രാവിലെ ഇവിടെ ആഘോഷിച്ചിട്ട് രാത്രി അവിടെ ചെല്ലും. എല്ലാവരും മാനേജ് അറിയാതെ എന്തിനോ നീ